നമസ്കാരം. നടൻ മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങളിൽ മമ്മൂട്ടിയെ പിന്തുണച്ച് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് രാഹുൽ മമ്മൂട്ടിക്ക് പിന്തുണ അറിയിച്ചത്. രാഹുലിൻ്റെ കുറിപ്പ് ഇങ്ങനെ: ഇന്നലെ മുതൽ മമ്മൂക്കയ്ക്കെതിരെ ഇടത് സൈബർ കീടങ്ങൾ വലിയ തോതിൽ സൈബർ അറ്റാക്ക് നടത്തുകയാണ്. തൻ്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികൾക്ക് മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാർക്ക് മാതൃകയായ മനുഷ്യനാണ് ശ്രീ മമ്മൂട്ടി. ആ മനുഷ്യനെയാണ് കൈരളിയുടെ ചെയർമാനായിട്ട് കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുന്നതെന്നത് ഓർക്കണം. ഏത് വിശേഷത്തിനും ഒരു വിശേഷമില്ലെങ്കിലും വല്യേട്ടൻ സിനിമ ഇടുന്ന ചാനലിൻ്റെ പാർട്ടിക്കാരാണ് മമ്മൂക്കയുടെ അഭിനയത്തിനെ വരെ ആക്ഷേപിക്കുന്നത്. എന്താണ് ശ്രീ മമ്മൂട്ടി ചെയ്ത തെറ്റ്? വയനാട്ടിലെ ടൗൺഷിപ്പ് സന്ദർശിക്കാനെത്തിയ മമ്മൂക്ക കാറിൽ നിന്നിറങ്ങിയപ്പോൾ തൊട്ട് ബോധപൂർവ്വം മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി CPMൻ്റെ ജില്ലാ സെക്രട്ടറി വട്ടമിട്ട് നടന്നപ്പോൾ അയാളോട് വളരെ മാന്യമായി പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ നടക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കില്ലേ? ഇതിലെന്താണ് തെറ്റ്? അയാളോട് കടക്ക് പുറത്ത് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. മമ്മൂക്ക പറഞ്ഞത് ശരിയല്ലേ? അവരുടെ പാർട്ടി പരിപാടിക്കല്ലല്ലോ അദ്ദേഹം എത്തിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ നാട് നൽകിയ സോഷ്യൽ ക്യാപിറ്റൽ കൊണ്ട് സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പ് കാണാൻ വന്ന മമ്മൂട്ടിയെ എന്തിനാണ് CPM ജില്ലാ സെക്രട്ടറി അയാളുടെ PR-ന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഔചിത്യമില്ലാതെ തള്ളുന്ന ഈ CPM നേതാവിൻ്റെ സ്ഥാനത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കവിത എഴുതുന്ന സാംസ്കാരിക നായകർ എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയേനെ. ആ പാവത്തിൻ്റെ കുടുംബത്തെയും പല തലമുറകളെയും വരെ ആക്ഷേപിച്ചേനെ. ഇത് ഭാഗ്യത്തിന് ഒരു ഐമനം സഖാവായതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഇമാതിരി കഞ്ഞിക്കുഴി സഖാക്കളുടെ ഉടായ്പ് തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയ മമ്മൂട്ടിക്ക് അഭിവാദ്യങ്ങൾ. ഈ ചളിപ്പ് മാറ്റാൻ വേണമെങ്കിൽ മമ്മൂട്ടിയെ പോയി കണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് നാറ്റം മാറ്റാം എന്ന് പറഞ്ഞാണ് രാഹുൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മമ്മൂട്ടി എപ്പോഴും കൂടെ കൂട്ടുന്ന സുഹൃത്തുക്കളായ രമേശ് പിഷാരടിയും ആൻഡോ ജോസഫും അടിമുടി കോൺഗ്രസ്സുകാരാണെന്നും അവരെ ഒപ്പം കൊണ്ടു നടക്കുന്ന മമ്മൂട്ടിക്ക് ദുരന്തമുഖത്ത് രാപ്പകൽ പണിയെടുത്ത ഒരു സഖാവിനെ കൂടെ നിർത്തുന്നതിൽ എന്താണ് വലിയ പ്രശ്നമെന്നുമാണ് സൈബർ ഇടങ്ങളിലെ സൈബർ സഖാക്കളുടെ പ്രധാന ചോദ്യം. ഇതോടെ CPM നിയന്ത്രണത്തിലുള്ള കൈരളി ചാനൽ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിക്ക് സ്വന്തം പാർട്ടി അനുഭാവികളിൽ നിന്ന് തന്നെ കടുത്ത ആക്രമണം നേരിടേണ്ടി വരുന്ന അപൂർവ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഏത് കോലത്തെ മമ്മൂട്ടിയായാലും ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ പരസ്യമായി അപമാനിച്ചത് സഹിക്കാനാവില്ല എന്നാണ് സൈബർ പ്രൊഫൈലുകളുടെ നിലപാട്. മമ്മൂട്ടി ലൊക്കേഷനിൽ നിന്ന് TV-യിൽ ദുരന്ത വാർത്തകൾ കണ്ടപ്പോൾ വയനാടൻ മണ്ണിൽ മനുഷ്യർക്ക് വേണ്ടി ഓടി നടന്നയാളാണ് റഫീഖ് എന്ന് നാസർ എടക്കര ഉൾപ്പെടെയുള്ളവരുടെ കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടുന്നു. മമ്മൂട്ടിയുടെ ഉള്ളിൽ ഒരു തമ്പുരാൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും പാർട്ടിയേക്കാൾ വലിയവനായി താരത്തെ കാണുന്നത് നിർത്തണമെന്നും വിമർശനമുയർന്നു. മമ്മൂട്ടിയുടെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ശനിയാഴ്ചത്തെ സന്ദർശനത്തിലുടനീളം ജില്ലാ സെക്രട്ടറി ഒപ്പം നടന്നപ്പോഴാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതും മാറി നിന്നാൽ മതിയെന്നും മമ്മൂട്ടി പരസ്യമായി പറഞ്ഞത്. മമ്മൂട്ടി ആഗ്രഹിച്ചത് തികച്ചും സ്വകാര്യമായ ഒരു സന്ദർശനമായിരുന്നെന്നും ആരോടും വരാൻ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും താരത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ സർക്കാർ നിർമ്മിച്ചു നൽകിയ ടൗൺഷിപ്പിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് നെഞ്ചും വീഴ്ച നിൽക്കാൻ അർഹതയുണ്ടെന്നും മമ്മൂട്ടി കാണിച്ചത് വലിയ ഇൻസൾട്ടിംഗ് ആണെന്നുമാണ് ഇടതനുകൂലികളുടെ വാദം. ഇതിനിടെ മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണത്തെ തള്ളിക്കൊണ്ടായിരുന്നു മന്ത്രി P. രാജീവ് രംഗത്ത് വന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറയുന്നതല്ല പ്രധാനം. തിരക്കുകൾക്കിടയിലും മമ്മൂട്ടി അവിടെ എത്തി എന്നതാണ് കാണേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. മമ്മൂട്ടി എത്തിയതോടെ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ലോകമറിഞ്ഞു. മമ്മൂട്ടിയെ പോലെ മഹാനായ നടൻ വയനാട്ടിലെത്തിയ മഹത്തായ മാതൃക ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാനായില്ലേ എന്നും മമ്മൂട്ടി സന്ദർശനത്തിന് കേരളം നന്ദി അറിയിക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്.